ക്ലാരയുടെ റൂമിൽ നിന്ന്. പേടിക്കണ്ടടോ, എന്നെ തനിക്ക് വിശ്വാസമില്ലേ? എല്ലാം പതിവിന് വിപരീതമായിട്ടാണല്ലോ ഇവിടെ നടക്കുന്നത്. ആ കുഞ്ഞ് എവിടെ ഉണ്ടെന്ന് നിനക്കറിയാം. ഫിലിപ്പോസേ, കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ ഫോട്ടോയാണ്. അതാണ് താൻ സൂക്ഷിക്കുന്നുള്ള ഓർമ്മ വേണം. വകുപ്പ് എങ്ങനെയൊക്കെയാ മാറി തിരിഞ്ഞു വരുന്നതെന്ന് കോടതി വെച്ച് താൻ കേട്ടിട്ടുള്ളതല്ലേ? സെക്ഷൻ 201. ചിലപ്പോ അകത്ത് പോകുന്നത് താനായിരിക്കും. ഞാനെന്തിനകത്ത് പോകുന്നത്? അങ്ങനെയെങ്കിൽ അകത്ത് പോകുന്നത് ഞാനല്ല, തരകസാറിന്റെ മോള് ക്ലാരക്കുഞ്ഞ. പിടിച്ചോ, എനിക്കിത് കിട്ടിയതേ ക്ലാരക്കുഞ്ഞിന്റെ റൂമിൽ നിന്നാ. പോയി ചോദിച്ചോ, ഞാനിത് കണ്ടിട്ടില്ല കേട്ടോ. രാമകൃഷ്ണ, ഓ, താൻ ഏത് കേസ് കേട്ടാണ് എടുത്തു വെച്ചത്? പറഞ്ഞത് തന്നെയാണ് സാർ എടുത്തു വെച്ചത്. എന്താ എന്നെ പഠിപ്പിക്കാൻ വരികയാണോ? പോയി എടുത്തോണ്ട് വേണം ജോബിലും. ഇരിക്കും. എനിക്ക് സാറിനോട് അത്യാവശ്യമായിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. അതിപ്പോ എന്നതാ പറ. അത് സാറൊന്ന് പുറത്തേക്ക് വന്നാ. എന്നതാടോ കാര്യം പറ. സാറ് പറഞ്ഞത് ഇത് തന്നെയാണോ? പോ. സാർ തിരക്കിലാണോ? സാരമില്ല, താൻ പറ. അതിരിക്കട്ടെ, തനിക്ക് ചായ വേണോ? വേണ്ട സാർ. എടോ, ഞാനേ ആ ചെറുവത്തൂർ കേസിന്റെ തലവേദനയില ആകെ കുഴഞ്ഞു പറഞ്ഞു കിടക്കുക. ഞാനിപ്പോ അതിലും വലിയൊരു കൺഫ്യൂഷനിലാണ് സാർ. എന്നതാടോ ഇത്? താനിതുവരെ ഇതൊന്നും കളഞ്ഞില്ലേ? ഈ നേരത്തെ ഇതും പൊക്കി പിടിച്ചോണ്ട് നടക്കുന്നേ? ഇത് ഞാൻ സൂക്ഷിച്ചിരുന്നൊന്നും അല്ല സാർ. പിന്നെ രേണുകയുടെ കൈ മാത്രമേ എന്റെ കോപ്പി ഉണ്ടായിരുന്നുള്ളൂ. ഓഹോ, പിന്നെ ഇതിപ്പോ തനിക്ക് എവിടുന്ന് കിട്ടി? നമ്മുടെ ആ ഫിലിപ്പോസിന്റെ കയ്യിൽ നിന്നാ. ഫിലിപ്പോസിന്റെ കയ്യിൽ നിന്നോ? അവന്റെ കയ്യിൽ ഈ ഫോട്ടോ എവിടുന്ന് കിട്ടി? എന്താ അവനിത് എവിടുന്ന് കിട്ടിയെന്നാ പറഞ്ഞത്? ക്ലാരയുടെ റൂമിൽ നിന്ന്. ക്ലാരയുടെ റൂമിൽ നിന്നോ? താൻ എന്താടോ ഈ പറയുന്നത്? അതെ സാർ, അയാൾ എങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ വരാൻ ഞാനും അതാണ് സാർ ആലോചിക്കുന്നത്. ഞാന് ക്ലാരയോടൊന്ന് സംസാരിച്ചാലോ? അത് വേണ്ട, വരട്ടെ. തൽക്കാലമേ ഈ ഫോട്ടോ എന്റെ കയ്യിലിരിക്കുന്നോണ്ട് തനിക്ക് വിരോധമുണ്ടോ? പേടിക്കണ്ടടോ, എന്നെ തനിക്ക് വിശ്വാസമില്ലേ? അതുകൊണ്ടല്ല സാർ. ഇറ്റ്സ് ഓക്കെ. സാറ് തിരക്കിലല്ലേ? ശരി, ഞാനെന്നാ ഇറങ്ങാം. എന്താ പതിവില്ലാതെ? കുറെ കാലമായി എല്ലാം പതിവിന് വിപരീതമായിട്ടാണല്ലോ ഇവിടെ നടക്കുന്നത്. നിനക്ക് ശ്യാമിനെ അറിയില്ല അല്ലേ? പപ്പ എന്താ വീണ്ടും എന്നോടിങ്ങനെ? മുൻപ് ചോദിച്ചപ്പോഴും ഇതേ ചോദ്യത്തിൽ നിന്ന് വളരെ വിദഗ്ധമായി നീ ഒഴിഞ്ഞു മാറുകയായിരുന്നല്ലോ, ഇല്ലേ? നിന്റെ ഈ ഒഴിഞ്ഞുമാറ്റത്തിന്റെ കാരണമാണ് എനിക്കറിയേണ്ടത്. ശ്യാമിനെ നിനക്ക് നേരത്തെ അറിയാവുന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവും ഇല്ല. നിനക്കെന്താ, ഒന്നും പറയാനില്ലേ? എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞു കഴിഞ്ഞതല്ലേ. എന്ത് പറഞ്ഞു കഴിഞ്ഞു? എന്തൊക്കെയോ ചില രഹസ്യങ്ങൾ മറയ്ക്കാൻ പാടുപെട്ടുകൊണ്ട് നീ പറഞ്ഞൊപ്പിച്ച കള്ളത്തരങ്ങളോ?
ഒടുവിൽ ഇവിടുന്ന് ഇറങ്ങി തന്നേക്കാവുന്ന ഒരു ഭീഷണിയും അതല്ലേ ഉണ്ടായത്. ദേ, എന്ത് ചോദിച്ചാലും ഇതൊന്നും എന്നോടല്ലെന്നുള്ള മട്ടിൽ നിന്റെ ഈ നിപ്പുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ കള്ളത്തരം. ഞാൻ എന്ത് പറഞ്ഞാലും പപ്പ വിശ്വസിക്കില്ലല്ലോ, പിന്നെങ്ങനാ? മോളെ, ഞാനൊരു അഡ്വക്കേറ്റാ. നീ പറയുന്നത് മുഴുവൻ കളവാണെന്ന് അറിഞ്ഞുകൊണ്ട് അതെല്ലാം വിശ്വസിച്ചു എന്ന് നടിക്കാൻ എനിക്കൊരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. പപ്പയ്ക്ക് ഇപ്പൊ എന്താ അറിയേണ്ടത്? അത് ഞാൻ ആദ്യമേ തന്നെ എന്നോട് പറഞ്ഞല്ലോ. ശ്യാമും നീയുമായിട്ടുള്ള ബന്ധം, അതാണ് എനിക്കറിയേണ്ടത്. അല്ലെങ്കിൽ വേണ്ട, രേണുകയെ നിനക്കറിയാവോന്ന് പറഞ്ഞാലും മതി. ഏത് രേണുക? കൊല ചെയ്യപ്പെട്ട രേണുക, ശ്യാമിന്റെ അനിയൻ ഗിരി കൊന്നു എന്ന് അവകാശപ്പെടുന്ന രേണുക, ശ്യാമപ്രസാദിന്റെ പൂർവകാമികയായിരുന്ന രേണുക. ആ രേണുകയെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. എന്താ നീ ഒന്നും മിണ്ടാത്തത്? അറിയില്ലെന്ന് പറയാൻ ഭാവിക്കുകയാണല്ലേ? എനിക്കറിയില്ല. ഇതെന്തിനാണെന്ന് അറിയില്ലേ? നിനക്ക് രേണുകയെ അറിയാവുന്നുള്ളതിന്റെ തെളിവിന് എന്റെ മുഖത്ത് നോക്കി നീ പറഞ്ഞ കള്ളങ്ങൾക്ക് ശ്യാമിനെ അറിയില്ലെന്ന് ഭാവിച്ചതിന്. എനിക്കറിയില്ല, അറിയില്ല, അറിയില്ല. അറിയാം, നിനക്കെല്ലാം അറിയാം. എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ? വളരെ നീ കളിക്കുന്നത് കുറച്ചുപേരുടെ ജീവിതം വെച്ചാണ്. ഒരു ചെറുപ്പക്കാരൻ നിയമത്തിന്റെ കാരുണ്യം കാത്തു കിടക്കുന്നു. നിന്നെ പോലൊരു പെൺകുട്ടിയുടെ ഭർത്താവാണവൻ. നീ അതെങ്കിലും എന്താ ഓർക്കാത്തത്? അതെ, ഞാൻ എന്ത് വേണമെന്ന് പറയും. രേണുക കൊല ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത് ചെന്നൈയിൽ വെച്ചാണ്. ആ സമയത്ത് നീയും ചെന്നൈയിൽ ഉണ്ടായിരുന്നു, മദർ മാർഗരറ്റിനോടൊപ്പം മേരി മാതാ ഓർഫനേജിൽ. കൊല ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന രേണുക ഗർഭിണിയായിരുന്നു. അവിടെ വയറ്റിലുള്ളത് ശ്യാമിന്റെ കുഞ്ഞു. ശ്യാമിന്റെ കുഞ്ഞ് ഇപ്പോഴും എവിടെയോ ജീവിച്ചിരിക്കുന്നു എന്നുള്ള സത്യം നിലനിൽക്കുന്നു. അങ്ങനെ വരുമ്പോ രേണുക മരിക്കുന്നതിന് മുമ്പ് പ്രസവിച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞ് എവിടെയുണ്ടെന്ന് നിനക്കറിയാം. പപ്പ എന്തൊക്കെയായി പറയുന്നത്? ഭാവനയിൽ കുറെ കെട്ടുകഥകൾ ഉണ്ടാക്കി പപ്പ എന്നെ ക്രോസ് ചെയ്യാണോ? രേണുക മരിക്കുമ്പോ ഞാൻ ചെന്നൈയിൽ ഉണ്ടായിരുന്നു എന്ന് കരുതി എനിക്ക് അവരെ അറിയണമെന്നുണ്ടോ? ഞാനത് തെളിയിച്ചാൽ ഇല്ല, പപ്പയ്ക്ക് ഒരിക്കലും അതിന് കഴിയില്ല. മോളെ, നിനക്ക് രേണുകയെ അറിയാവുന്നുള്ളതിന്റെ മറുപടി നീ തന്നെ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. പപ്പ ഒരു കുറ്റവാളിയോടെന്ന പോലെയാണ് എന്നോടിപ്പോ സംസാരിക്കുന്നത്. അല്ല, ഒരിക്കലുമല്ല. മകളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന, അവളുടെ ഭാവിയെക്കുറിച്ച് ആശങ്കയുള്ള, അവളോട് ആത്മാർത്ഥതയുള്ള ഒരു അച്ഛനായിട്ടാണ് ഞാനിപ്പോ സംസാരിക്കുന്നത്. നിരപരാധിത്വം തുറന്നു പറഞ്ഞിട്ടും മകളെ തല്ലി കുറ്റങ്ങളോ ആരോപണങ്ങളോ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതാണോ ആത്മാർത്ഥത? അതാണോ സ്നേഹം? അതാണോ കടമകൾ? ശരിയാണ്. ഞാനിന്ന് ജീവിതത്തിൽ ആദ്യമായി എന്റെ മകളെ തല്ലി. എനിക്കതിൽ കുറ്റബോധമുണ്ട്. തല്ലിയതിലല്ല, ഇത് നേരത്തെ ആകേണ്ടതായിരുന്നല്ലോ എന്ന് ഓർത്ത്. കതിരെ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ലല്ലോ. നീ ഇപ്പൊ ചിന്തിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം, ഇവിടുന്നുള്ള രക്ഷപ്പെടലിനെ കുറിച്ച്. ഇല്ല മോളെ, നിനക്കിനി അതിന് കഴിയില്ല. ഓരോ രാത്രിയിലും ഉറക്ക വിളിച്ച് ഞാൻ കാത്തിരിക്കും. നിനക്ക് ചെയ്യാൻ ഇനി ഒന്നേ ഉള്ളൂ, എന്റെ സംശയങ്ങൾക്കുള്ള വ്യക്തമായ മറുപടി പറയുക. ഉള്ളിലുള്ളതെല്ലാം ഇറക്കി വെച്ച് സ്വസ്ഥമായി റിലാക്സ് ചെയ്യുക. ഈ രാത്രി അതിനു വേണ്ടിയുള്ളതാണ്. നീ ചിന്തിക്കുക. എന്നിട്ട് നിന്റെ നിഴലിനോട് തന്നെയുള്ള ഈ യുദ്ധമുണ്ടല്ലോ, അത് അവസാനിപ്പിക്കുക.
എന്തിനാ അച്ചായ വീണ്ടും അവളോട് ഇങ്ങനെയൊക്കെ? അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകില്ല മോളെ. ഞാനും ചിലതെല്ലാം കേട്ടു. അച്ചായൻ പറഞ്ഞെല്ലാം നേരാണോ അച്ചായ? സ്നേഹമോൾ ശ്യാമിന്റെ കുഞ്ഞാണോ? അങ്ങനെ സംശയിച്ചുകൂടായി ഇല്ല മോളിക്കുട്ടി. അച്ചായൻ എന്താ ഇപ്പോഴിങ്ങനെ തോന്നേ? എന്റെ തോന്നലുകളൊന്നും ഇതേവരെ തെറ്റിയിട്ടേ ഇല്ല. അതുകൊണ്ടാ. നമ്മുടെ മോക്ക് ഇതൊക്കെ അറിയാവുന്നതാണോ? അതെ. എന്നിട്ടും അവളൊന്നും പറഞ്ഞില്ലേ? അതങ്ങനെ അത്ര വേഗം അവക്കതൊന്നും അംഗീകരിച്ചു തരാൻ പറ്റില്ലല്ലോ. അതെന്താ? അങ്ങനെയെങ്കിൽ അവക്ക് ആ കുഞ്ഞ് നഷ്ടപ്പെടില്ലേ? എന്തോ എനിക്കിതൊന്നും അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. അച്ചായൻ വെറുതെ ഓരോന്ന് സംശയിക്കാന്നാ എനിക്ക് തോന്നുന്നേ. ഓഹോ, അങ്ങനെ ആണെങ്കിലേ ദേ നോക്ക്. ഹ, ഇത് നമ്മുടെ ശ്യാമം മരിച്ചുപോയ പെൺകുട്ടിയല്ലേ രേണുക? ആണല്ലോ. ആ, ഇനി ഇതെവിടെ നിന്നാ കിട്ടിയെന്നുള്ള അറിയണ്ടേ? സംശയിക്കണ്ട, നമ്മുടെ മോടെ റൂമിൽ നിന്നാ. ക്ലാരമോളുടെ കയ്യിന്നോ? അതെ. നിധി കാക്കുന്ന ഭൂതത്തെ പോലെ ഇത്രയും കാലം നമ്മുടെ മോളിത് സൂക്ഷിച്ചെങ്കിൽ അതിന് തക്കതായ കാരണങ്ങളും ഇല്ലാതിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അപ്പോ ആ, അതെ, നീ പോയി കിടന്നുറങ്ങിക്കോ. എനിക്കിന്ന് ഉറക്കമില്ല. അവളെ കൊണ്ട് ഞാൻ ഇന്ന് നിന്റെ സത്യം പറയിപ്പിക്കും. നീ പോയി കിടന്നോ.